റെഡിയാ മാമ്. അങ്ങനെ ഇന്നലെ രാത്രി തന്നെ ഗുഡ് ബാഡ് അഗ്ലി കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി വീടെത്തിയപ്പോൾ ഒരു 2:30 മണി കഴിഞ്ഞു. ആ ഒറ്റ കാര്യം കൊണ്ടാണ് റിവ്യൂ ഇടാഞ്ഞത്. എനിവേ, ഗുഡ് ബാഡ് അഗ്ലി ഈ സിനിമയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഞാൻ ആദ്യം പറയാം. നിങ്ങൾക്ക് അജിത്തിനെ നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നും കേൾക്കാൻ നിൽക്കേണ്ട, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. കാരണം ഒരു ഫാൻ ബോയ് പണ്ണൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിക്ക് പണം ഇഷ്ടപ്പെട്ട നടനെ കൊണ്ടുവന്നു വെച്ചു, അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നടനെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, അയാളെ എങ്ങനെയൊക്കെ പോർട്രേറ്റ് ചെയ്യാം, ആ രീതിയിലെല്ലാം പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫാൻ ബോയ് പണ്ണൽ സംഭവം. അതാണ് ഗുഡ് ബാഡ് അഗ്ലി. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു പൂരപ്പറമ്പ് വൈബായിരുന്നു. ഓരോ എൻട്രി ഉണ്ട് പുള്ളിക്ക്. ആ എൻട്രിയിലെല്ലാം പുള്ളിയെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നൊരു രീതി, എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രീൻ പ്രസൻസിൽ അജിത്ത് എന്ന് പറയുന്നൊരു നടനെ ഇങ്ങനെ ഒന്ന് കൊണ്ട് വെക്കുമ്പോണ്ടല്ലോ, നല്ല ഈ നമ്മൾ ലക്ഷണം പറയുമ്പോൾ ഈ തിടമ്പേറ്റിയ കൊമ്പൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ സ്ക്രീൻ നിറഞ്ഞിങ്ങനെ നിൽക്കും. ഇങ്ങനെ ഏത് വഴിക്ക് പോയാലും ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതാ യൂസ് ചെയ്യുന്ന പിന്നെ സൺഗ്ലാസസ്, എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. പുള്ളിയെ അതിന് വേണ്ടിയിട്ട് തന്നെ കുറേ രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ AI യൂസിങ് വെച്ചിട്ട് പുള്ളീൻ്റെ കുറേ ചെറുപ്പ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട്, അത് ഭയങ്കര ക്വാളിറ്റിയോടുകൂടി നല്ല വൃത്തിയാവണം അത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു അനാവശ്യമായിട്ടുള്ളൊരു ഒരു വിഷ്വൽ പോലും നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യത്തില്ല. AI യൂസ് ചെയ്തിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത്. ഡി എ ജിങ്ങിൻ്റെ സംഭവമൊക്കെ അതൊക്കെ ഭയങ്കര കൂളായിട്ടാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഇന്ത്യൻ 2 നമ്മൾ കണ്ടു ഇങ്ങനെയൊക്കെ കുറേ സാധനം, അതിൻ്റെയൊക്കെ ഒരു ആവശ്യവും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനെയൊക്കെ അപേക്ഷിച്ച് എത്ര ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ നടത്തയിലാണെങ്കിലും ഒക്കെ അയാളുടെ ആ പഴയ മാനറിസവും ലുക്കും ആ ഒരു സാധനം എല്ലാം ഒരു ചേഞ്ചും ഇല്ല എന്നുള്ളത് തോന്നിപ്പിക്കും. പിന്നെ റെഫറൻസുകൾ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അജിത്തിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് പല ഡയലോഗ്സും ഇന്ന സിനിമയിലെ ഡയലോഗ് അത് ഇന്നടത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മോ, അത് പഴയ വാലിപ്പടത്തിലേക്ക് ആ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ ചവയ്ക്കുന്നത്. എൻ്റെ അമ്മോ, അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ഗൂസ് ബംസ് അടിക്കും. കാരണം അന്നങ്ങനെ ചെയ്തു വെച്ചതിന് അങ്ങനെ ആ ഒരു രീതിയിൽ ഇതിലേക്ക് പ്ലേസ് ചെയ്ത് കൊണ്ടുവരുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പം നമുക്കൊരു അയാളുടെ അടുത്തൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഇതാവും. പിന്നെ അതുപോലെ തന്നെ കുറേ സോങ്സ് ഉണ്ട്. തൊട്ട് പാക്കും സുൽത്താന എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ അതൊക്കെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസൊക്കെ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആ ഫിലിമിൻ്റെ ഫുൾ റൺ ടൈമിലും സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ അജിത്ത് എന്നല്ലാതെ ഒരൊറ്റ പീസ് ഒരു രക്ഷയില്ല. അതെങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ പ്ലേസ് ചെയ്തങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മികച്ചിരിക്കുന്നത് അർജുൻ ദാസിൻ്റെ ക്യാരക്ടറാണ്. അതിനകത്ത് എനിക്ക് ആകെ തോന്നിയ ഒരു നെഗറ്റീവ്, അതിനകത്തൊരു ചെറിയൊരു സസ്പെൻസ് ഉണ്ട്. ആ സസ്പെൻസിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് എന്താ പറയുക, ഗ്രാഫിക്സ് സാധനങ്ങളുണ്ട്. അത് ഇച്ചിരി ബോറായിപ്പോയി. അത് കുറച്ചൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ആ ഒരു ഏരിയ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗ്രാഫിക്സ് ഇങ്ങനെ ആയിപ്പോയി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷേ പെർഫോമൻസ് വൈസ് അർജുൻ ദാസ്, എൻ്റെ അമ്മോ, അങ്ങേരുടെ സൗണ്ടും വെച്ചുകൊണ്ട് അങ്ങേരെ തകർത്താടിയിട്ടുണ്ട്. നല്ല വില്ലൻ എന്നുള്ള രീതിയിൽ ആ ഒരു വേരിയേഷൻസിനെ അയാൾ കൃത്യമായിട്ട് പിടിച്ച് ആ ഒരു മീറ്റർ പിടിച്ച് അജിത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ അജിത്ത് ഫസ്റ്റ് ഒരു മീറ്റിങ്ങിൽ തന്നെ പറയുന്നുണ്ട്, ரொம்ப നല്ല വോയിസ്. അർജുൻ ദാസിനെ ആ ഒരു രീതിക്ക് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ആ 2 ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഗെയിമിംഗ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അത് അടിപൊളിയായിട്ടത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ലൂസിഫർ, എമ്പുരാൻ ആൻഡ് ഇനി വരാൻ പോകുന്ന അസ്രായേൽ ആണെങ്കിൽ അസ്രായേൽ, ഈ 3 സിനിമകളുടെ സ്റ്റോറി ഒരു ഒറ്റ പടത്തിൽ ഫാസ്റ്റ് മൊമെൻറ്റിൽ അടിച്ച് കയറ്റിയാൽ എങ്ങനെ ഇരിക്കും. അതാണ് ഗുഡ് ബാഡ് അഗ്ലി. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ പറയുന്ന AK എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്, ഇപ്പോൾ തൃഷ അതിനകത്തൊരു ഡയലോഗ് പറയുന്നത് ട്രെയിലറിലും കേൾക്കാം, എൻ്റെ അപ്പനെ വണ്ടിയിൽ നിന്ന് തെള്ളിയിട്ട് ഇല്ലാതാക്കിയ ആളാണ് എന്ന് പറയുന്നുണ്ട്. മങ്കാത്ത റെഫറൻസ്. അങ്ങനെ ഓരോ ഡയലോഗ്സിന് പോലും അജിത്തിൻ്റെ മൂവീസിനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അതിക് രവിചന്ദ്രൻ എന്ന് പറയുന്ന ഇങ്ങേര് ഈ പടം പണി വെച്ചിരിക്കുന്നത്. പിന്നെ അജിത്തിൻ്റെ ഓരോ ടൈമിങ്ങിലുള്ള എൻട്രികളുണ്ട്, അതിനേക്കാളും പൊളിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. കഥാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ AK എന്ന് പറയുന്നൊരു ഗാങ്സ്റ്റർ പണിയെല്ലാം നിർത്തുന്നു. അത് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അത് നിർത്തിയത് എന്തിനാണെന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് വീണ്ടും ഒരു സാഹചര്യത്തിലോട്ട് പോകേണ്ടതായിട്ട് വരുമ്പോൾ ആ കഥ എങ്ങനെ മാറുന്നു. ശരിക്കും പറഞ്ഞാൽ അയാൾ ഗുഡാവുന്നു, പിന്നെ അയാളെ കൊണ്ട് ബാഡ് ആക്കിയിട്ടും രക്ഷയില്ല, അയാൾ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോകുന്നു. അഗ്ലി ഈ ലെവലിലേക്കും കൂടെ എത്തുമ്പോഴത്തേക്ക് ഈ കൊടൂര സംഭവം എന്ന് നമ്മൾ പറയത്തില്ല, അമ്മാതിരി അടിച്ച് പിന്നി വെച്ചിരിക്കുന്നൊരു പടം. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഐക്കോണിക് സാധനമുണ്ട്, ഇടിവള. അതും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ, അജിത്തിനെ ഇങ്ങനെ ത്രൂ ഔട്ട് നമ്മളിങ്ങനെ കണ്ട് നമുക്കങ്ങ് ഭയങ്കര ഒരു ഫീൽ കിട്ടും.
അമ്മാതിരി ഒരു രീതിയിലാണ് ഫുൾ ടൈം വെച്ചിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി ഗംഭീര വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കുറേ ഏരിയാസൊക്കെ അടിപൊളിയാണ്. പിന്നെ ഗ്രാഫിക്സിൻ്റെ വർക്ക് അത്യാവശ്യം എല്ലായിടത്തും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോർഷനിലും അങ്ങനെ 1-2 പോർഷൻസിലും ഒഴിച്ച് നിർത്തിയാലും ബാക്കി എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പണിയെടുത്തിരിക്കുന്ന ഒരാൾ ജി.വി. പ്രകാശ്. ഇങ്ങേര് അഭിനയം നിർത്തിയിട്ട് ഈ പരിപാടിക്ക് നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇങ്ങേരെ കയ്യിലിരിക്കുന്ന ഐറ്റംസ് എല്ലാം വെടിക്കെട്ട് സാധനങ്ങൾ. പഴയ കുറേ പാട്ടുകൾ റീപ്ലേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ട് പാറും സുൽത്താൻ, ആ പാട്ടൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോഴും. അതുപോലെ തന്നെ ഒരു റാപ്പുണ്ട് പുലി സോങ്. ആ പുലി സോങ്ങിന് എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല, എന്തൊരു വൈബാന്നറിയോ, ഒരു പൊള്ളി ഐറ്റം. അങ്ങേരെ അതിനേക്കാളും പെർഫോം ചെയ്യുന്ന പുള്ളിയാണ് ഒറിജിനലായിട്ട് പണ്ട് അവരുടെ ഒരു യങ് ടൈമിൽ ആ റാപ്പ് ചെയ്തിരിക്കുന്നത്. അതിനെ പ്ലേസ് ചെയ്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു പിന്നുന്ന സാധനമുണ്ട്. ആ സമയത്ത് ഒരു ചേസ് ഫൈറ്റും എല്ലാം കൂടെ അങ്ങോട്ട് കയറുമ്പോട്ടല്ലോ നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ പടം ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഫുൾ ഫാസ്റ്റാണ്. ഒന്നിനും ലാഗ് വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഇമോഷണൽ സീൻസിൽ ഇങ്ങനെ തെള്ളിക്കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. ഇവിടെ ഇത്രയും സംഭവിച്ചു, ഓക്കെ അടി അപ്പുറത്തോട്ട് വിട് പടം കത്തിക്ക് പൊട്ടിക്ക്, ഇതാണ് പടം. ആ ഒരു രീതിയിൽ സിനിമയിലെ ലോജിക്ക് ഒന്നും ചെക്ക് ചെയ്യാണ്ട് നിങ്ങളൊരു അടിപ്പടം അല്ലെങ്കിൽ ഒരു പുകപ്പടം കാണാൻ വന്നിരിക്കുകയാണ്. എന്ത് കണ്ടാലും അതൊന്നും വിശ്വസിച്ചോ ഒന്നുമില്ല. കാരണം ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. AK ആരാണ് എന്ന് പിന്നെ ഇപ്പോൾ നമ്മുടെ എമ്പുരാനിലെ ഏറ്റവും അവസാനം നമ്മുടെ യൂണ്ടക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് അയാളെക്കുറിച്ച് എല്ലാം അറിയണം, അയാൾ ആരാണ്, അയാൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനെ തുടങ്ങുന്നത്. ഇതിനകത്ത് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷനകത്ത് AK ആരാണെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എൻ്റെ മോനെ ഏതൊക്കെ ചെയ്ത് എന്ന് പറയുമ്പോഴല്ല, ശരിക്കും പറഞ്ഞാൽ അനിമേറ്റഡ് സാധനങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ആ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നൊരു BGM-ഉം അവിടെ അജിത്തിനെയും കൂടെ പ്ലേസ് ചെയ്ത് അജിത്തുമായിട്ടുള്ളൊരു കൊളാബറേഷൻ ഫിക്സ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അടിക്കുന്ന കൈയടിക്കൊക്കെ ഉണ്ടല്ലോ, കൈക്കൊക്കെ നീര് വരും. അമ്മാതിരി സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ത്രൂ ഔട്ട് ഫുൾ എൻജോയ് ചെയ്ത് ചിരിച്ച് ത്രൂ ഔട്ട് പടം പൊളിച്ചടിക്കുകയാണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളൊരു അജിത് ഫാനാണെങ്കിൽ, ജെന്യൂനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു അജിത് ഫാനാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് നിരാശയായിട്ട് ഇറങ്ങി വരേണ്ട യാതൊരു സാഹചര്യമില്ല. കാരണം ത്രൂ ഔട്ട് അജിത്തിൻ്റെ അഴിഞ്ഞാട്ടം, തല അജിത്ത് എന്ന് പറയുന്നൊരു മുതൽ ഈസ് എ കിങ് മേക്കർ എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പടം കൊണ്ടുവന്ന് വെക്കും. ആ രീതിയിൽ അത്രയും ഗംഭീരമായിട്ട് ഒരു എന്താ പറയുന്ന ഒരു എംപറർ, അതിന് മേലെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഒരു കിങ് മേക്കർ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് അയാളെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ഏരിയാസ് ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അയാളെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഗൂസ് ബംസ് അടിച്ചിങ്ങനെ തിയേറ്ററിൽ ഇരിക്കാം. ആ ലെവലിൽ അതിക്രമിച്ച് ചന്ദ്രൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ മാർക്ക് ആൻ്റണിയിലുള്ള ഒരു ഫാസ്റ്റ് മൂവ് ഉണ്ടല്ലോ, നമ്മൾ ഇതിനൊക്കെ ഈ ഒരു ടൈപ്പ് പടങ്ങളൊക്കെ ആ ഒരു സെൻസിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വേറെ ലെവലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ആ ഒരു രീതിയിൽ സിനിമ ത്രൂ ഔട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഫുൾ അജിത്ത് ഷോ, അജിത്തിൻ്റെ വിളയാട്ടം, തലയുടെ അഴിഞ്ഞാട്ടം, ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞാൻ ഈ സിനിമയ്ക്ക് ഒന്നുകൂടെ പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞാണ്, കൊല്ലത്ത് റിലീസായ തിയേറ്ററുകളുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. മറ്റെവിടെയെങ്കിലും പോയിട്ട് ഒന്നുകൂടി സിനിമ കാണണം. കാരണം ആ സൗണ്ട് ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യണം, കുറച്ചുകൂടെ ആ വിഷ്വൽ ക്വാളിറ്റി കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. സോ ഒന്നും പറയില്ല, തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഗംഭീര സാധനമാണിത്. ആ ഒരു രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് സോണിലുള്ള ഒരു മൂവി എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് എടുക്കുന്ന റേറ്റിംഗ് 4 out of 5 ആണ്. ബിക്കോസ് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സോണിലുള്ള മൂവി ആയതുകൊണ്ടും ഒരു ഫാൻ ബോയ് പണ്ണൽ സംഭവം ആയതുകൊണ്ടും അത്രയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് പറ്റിയതുകൊണ്ടും തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് സോണിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. അഭിപ്രായങ്ങൾ വ്യക്തിപരം സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. തൊട്ട് പേസും സുൽത്താന. God bless you, mama.